Good evening once again, students. You know, നമ്മൾ നിങ്ങളുടെ പെയ്ഡ് ആയിട്ടുള്ള ഈ വീഡിയോയുടെ ഫസ്റ്റ് വീഡിയോക്ക് എല്ലാവർക്കും വെൽക്കം, സ്വാഗതം. നമ്മൾ നിങ്ങൾക്കത് യൂസ്ഫുൾ അല്ലാതിരിക്കാൻ യാതൊരു വഴിയില്ല. അത്രക്കും നന്നായിട്ട് നമ്മൾ ഓരോ ടോപ്പിക്സും വിത്ത് സ്ലൈഡ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ എന്ത് ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലിവിങ് വേൾഡിലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ് എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഇൻട്രോ വീഡിയോയിൽ, അതുപോലെ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഒന്ന്, സ്പീഷീസ് എന്താണ്, ബയോഡൈവേഴ്സിറ്റി എന്താണ്. രണ്ടാമത്, സ്പീഷീസിനെ എങ്ങനെ നെയിം ചെയ്യാം. മൂന്നാമത്, സ്പീഷീസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. സ്പീഷീസും ബയോഡൈവേഴ്സിറ്റിയും പഠിച്ചതിന് ശേഷം നോമൻക്ലേച്ചർ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന സ്പീഷീസിന് പേര് കൊടുക്കുന്നത് പഠിക്കും. അതിനുശേഷം ടാക്സോണമിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് പെയ്ഡ് വീഡിയോയിലും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ആൾ ലെറ്റ് മീ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് റിയലി സ്പീഷീസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. എന്താണ് സ്പീഷീസ്, എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്ത് എടുത്ത് നോക്കിയാൽ പല പല ഓർഗാനിസംസ്, പല ജീവികൾ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. എന്താണ് ഓർഗാനിസംസ് എന്നാണ് ഞാൻ പറഞ്ഞത്, അതായത് ജീവികൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ഒരു മനുഷ്യനല്ല, കുറേ മനുഷ്യന്മാർ, അതൊരു സ്പീഷീസ് ആണ്, ഒരു കൈൻഡ് ഓഫ് ഓർഗാനിസം ആണ്, ഒരു തരം ജീവിയാണ് ഇത് ഹ്യൂമൻസ്. ബട്ടർഫ്ലൈ എന്നല്ല, ബട്ടർഫ്ലൈസ്, എല്ലാ ബട്ടർഫ്ലൈയും കൂടി ഒരൊറ്റ സ്പീഷീസ് ആണ്, ഒരു തരം, ഒരു ടൈപ്പ് ജീവികളെയാണ് നമ്മൾ സ്പീഷീസ് എന്ന് പറയുന്നത്. ഹിപ്പോപ്പൊട്ടാമസ് ഒരു ടൈപ്പ് ജീവിയാണ്. സോ ഹിപ്പോപ്പൊട്ടാമസുകൾ എന്താണ്, ഒരു ടൈപ്പ് സ്പീഷീസ് ആണ്. തേനീച്ച, ഹണി ബി is a type of species. Understood? Mango tree is a type of, mango trees are a type of species. Frog is a type of species. And in the aquatic environment എന്ന് പറഞ്ഞാൽ വെള്ളത്തില് you can see fish is a type of species. ഫിഷില് ഷാർക്ക് ഒരു ടൈപ്പ് സ്പീഷീസ് ആണ്. അതായത് ഒരു ടൈപ്പ്, ഒരു കൈൻഡ് ഓഫ് ഓർഗാനിസംസിനെ നമ്മൾ ഒരു സ്പീഷീസ് എന്ന് പറയും. ദേ ക്യാൻ മേറ്റ് ഈച്ച് അതർ, ദേ ക്യാൻ സെക്ഷലി റീപ്രൊഡ്യൂസ് ഈച്ച് അതർ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന എർത്തിന്റെ ചിത്രത്തിൽ എത്രത്തോളം സ്പീഷീസ് ഉണ്ട്. ഫ്രോഗ് സ്പീഷീസ് ഉണ്ട്, ഹ്യൂമൻ സ്പീഷീസ് ഉണ്ട്, ഹണി ബി സ്പീഷീസ് ഉണ്ട്, ബട്ടർഫ്ലൈ സ്പീഷീസ് ഉണ്ട്, ഹിപ്പോപ്പൊട്ടാമസ് സ്പീഷീസ് ഉണ്ട്, മാംഗോ ട്രീ സ്പീഷീസ് ഉണ്ട്, ഷാർക്ക് സ്പീഷീസ് ഉണ്ട്. ഇതിനെ നമ്മൾ സ്പോഞ്ച് എന്നാ പറയുക. സ്പോഞ്ച് സ്പീഷീസുകളുണ്ട്, അനിമൽ കിങ്ഡത്തിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെയുള്ള പല ടൈപ്പ് സ്പീഷീസുകൾ നമ്മുടെ എൻവയോൺമെന്റിൽ ഉണ്ട് അല്ലേ. നമ്മുടെ ബയോസ്ഫിയർ, എർത്തിലുണ്ട് അല്ലേ. ഇതിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ സ്പീഷീസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫിഷ് സ്പീഷീസ്, എല്ലാ ഫിഷുകളും കൂട്ടിയിട്ട് ഒരൊറ്റ സ്പീഷീസ്. കാറ്റ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ കാറ്റുകളൊക്കെ ഒരു സ്പീഷീസ്. ബേർഡ് സ്പീഷീസ്, ബട്ടർഫ്ലൈ സ്പീഷീസ്, കൗ സ്പീഷീസ്, ഇതെല്ലാം ഒരു കൈൻഡ് ഓഫ് ഓർഗാനിസം ആണ്. ഒരു കൈൻഡ് ഓഫ് ഓർഗാനിസം ദാറ്റ് ഈസ് ഏബിൾ ടു റീപ്രൊഡ്യൂസ് സെക്ഷലി ആർ കാൾഡ്. സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ, ലൈംഗികമായി പ്രത്യുൽപാദനം ചെയ്യാൻ സാധിക്കുന്ന ജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പീഷീസ് എന്ന് പറയുന്നത്. കുറേ സ്പീഷീസുകൾ കൂടിയാലാണ് ജൈവ വൈവിധ്യം എന്ന് പറയുന്ന ബയോഡൈവേഴ്സിറ്റി ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു സ്പീഷീസ് ആണെങ്കിൽ നമ്മൾ ഒന്നേ പറയുള്ളൂ. 2 സ്പീഷീസ് ആകുമ്പോൾ ബയോഡൈവേഴ്സിറ്റി 2ആയി. 3, 4, 5 ഫോർ എലഫന്റ്, ഡിയർ, ലയൺ, ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ കുറേ സ്പീഷീസ് ബയോഡൈവേഴ്സിറ്റി വീണ്ടും കൂടി. ഗ്രാസ്, മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ എന്നൊക്കെ കൂടി പറയുമ്പോൾ കുറച്ചും കൂടി ബയോഡൈവേഴ്സിറ്റി കൂടി. എത്രത്തോളം നമ്പർ ഓഫ് സ്പീഷീസ് ഒരു ഹാബിറ്റാറ്റിൽ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റോ ഡെസേർട്ടോ അങ്ങനെയുള്ള സ്ഥലത്ത് എത്രത്തോളം നമ്പർ ഓഫ് സ്പീഷീസ് കൂടുന്നു അത്രത്തോളം ബയോഡൈവേഴ്സിറ്റി കൂടും. ഓക്കെ, സോ നമ്മൾ പോയിന്റുകൾ എന്തെന്ന് വെച്ചാൽ, പോയിന്റ് നമ്പർ 1 എന്താ പറയുന്നത് വെച്ചാൽ, കൈൻഡ് ഓഫ് പ്ലാന്റ് ഓർ കൈൻഡ് ഓഫ് അനിമൽ or kind of microbe is called a species. ഒരു തരം മൈക്രോബ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ, ഫംഗസ് ഒക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഒരു തരം ജന്തുക്കൾ, അനിമൽസ്, അല്ലെങ്കിൽ ഒരു തരം പ്ലാന്റ്, മാംഗോ ട്രീ അല്ലെങ്കിൽ കോക്കനട്ട് ട്രീ അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട് ട്രീ, ഇതുപോലുള്ള ട്രീസിനെ നമ്മൾ എന്ത് പറയും, സ്പീഷീസ് എന്ന് പറയും. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു തരം ജീവിവർഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പീഷീസ്. പോയിന്റ് നമ്പർ 2, ഈ ലോകത്ത് എത്ര ടൈപ്പ് സ്പീഷീസ് ഉണ്ട്. റിമെമ്പർ, എന്താ പറയുന്നത്, സ്പീഷീസുകളെ കുറിച്ചാണ് പറഞ്ഞത്, അല്ല ടോട്ടൽ ഓർഗാനിസംസിനെ കുറിച്ചല്ല. എത്രത്തോളം ജീവികളുണ്ട് എന്നല്ല പറയുന്നത്, എത്രത്തോളം ടൈപ്പ് ജീവികളുണ്ട്, എത്രത്തോളം സ്പീഷീസുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 1.7 to 1.8 മില്യൺ. മില്യൺ മീൻസ് 10 lakh. 1.7 to ഡിഫറെൻറ്റ് സയൻറ്റിസ്റ്റുകൾ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ പറയുന്നുണ്ട്. എനിവേ യു ക്യാൻ സേ ദാറ്റ് 1.7 to 1.8 മില്യൺ. ആൻഡ് പോയിന്റ് നമ്പർ 3 is diversity in the species.
സ്പീഷീസ്, ഐ മീൻ ഡിഫറൻസ് ഇൻ ദ സ്പീഷീസ് ഈസ് കാൾഡ് ബയോഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് കുറേ സ്പീഷീസ് ഉണ്ടായ ബയോഡൈവേഴ്സിറ്റി കൂടുതൽ എന്ന് പറയും. ഒരു സ്ഥലത്ത് കുറച്ച് സ്പീഷീസുകളെ ഉള്ളെങ്കിൽ ബയോഡൈവേഴ്സിറ്റി കുറയും എന്ന് പറയും. അതായത് ഡൈവേഴ്സിറ്റി, വൈവിധ്യം, ഡിഫറൻസ് ആണ്, ഡിഫറൻസുകളുടെ സ്പീഷീസിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ ഐ മെൻഷൻഡ് യു അബൌട്ട് സ്പീഷീസ്, നമ്പർ ഓഫ് സ്പീഷീസ് ആൻഡ് വാട്ട് ഈസ് റിയലി ദ ബയോഡൈവേഴ്സിറ്റി. സോ നമ്മൾ ബയോഡൈവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ ഫോറസ്റ്റിലുള്ള ബയോഡൈവേഴ്സിറ്റി എവിടെ ഉണ്ടാവില്ല? ഡെസേർട്ടിൽ ഉണ്ടാവില്ല. ഡെസേർട്ടിലെ സ്പീഷീസിന്റെ എണ്ണം കുറവാണ് കമ്പയർഡ് ടു നമ്പർ ഓഫ് സ്പീഷീസ് ഇൻ ഫോറസ്റ്റ്, അല്ലേ? അതുപോലെ തന്നെ ഓഷ്യൻസിൽ അതിനേക്കാൾ കൂടുതൽ സ്പീഷീസ് ഉണ്ടാവും. പല പല ടൈപ്പ് ഫിഷസ് ഉണ്ടാവും. അതൊക്കെ ഓരോ സ്പീഷീസാണ്. അപ്പോൾ ഈ ഹാബിറ്റാറ്റിനനുസരിച്ച് എന്ത് മാറും? ബയോഡൈവേഴ്സിറ്റി മാറും, നമ്പർ ഓഫ് സ്പീഷീസ് മാറും. ഫോറസ്റ്റും ഡെസേർട്ടും കമ്പയർ ചെയ്താൽ ഡെസേർട്ടിൽ കുറച്ച് സ്പീഷീസ്, ബയോഡൈവേഴ്സിറ്റി കുറവ്. ഫോറസ്റ്റിൽ കുറേ സ്പീഷീസുകൾ, സോ ദാറ്റ് ബയോഡൈവേഴ്സിറ്റി കൂടുതൽ. സോ ഹാബിറ്റാറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ബയോഡൈവേഴ്സിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. മാത്രമല്ല നമ്മളൊരു സ്റ്റേറ്റിൽ നോക്കിയിട്ട് ടോട്ടൽ നമ്പർ ഓഫ് സ്പീഷീസിൻ്റെ സ്റ്റേറ്റ്, ഫോർ എക്സാമ്പിൾ കേരള സ്റ്റേറ്റിൽ നോക്കുകയാണെങ്കിൽ അത് അവിടുത്തെ ഏരിയ ആണ്, ആ ഏരിയ. എന്നാൽ ഇന്ത്യയിൽ ഒന്നായിട്ട് നോക്കുകയാണെങ്കിലോ കൂടുതൽ സ്പീഷീസിനെ കണ്ടെത്താൻ പറ്റും. ഇനി ലോകത്തൊന്നായിട്ട് അല്ലെങ്കിൽ ഏഷ്യയിൽ ഒന്നായിട്ട് നോക്കുകയാണെങ്കിലോ കൂടുതൽ സ്പീഷീസിനെ കണ്ടെത്താൻ പറ്റും. അതായത് ഏരിയ എക്സ്പ്ലോർ ചെയ്യുന്നതിനനുസരിച്ച്, ഏരിയ കൂടുന്നതിനനുസരിച്ച് ആൾസോ ബയോഡൈവേഴ്സിറ്റി കൂടും, നമ്പർ ഓഫ് സ്പീഷീസ് കൂടും. നിങ്ങളുടെ വീടിന്റെ ചുറ്റുമുള്ള സ്പീഷീസുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവും നിങ്ങളുടെ ടൗണിലുള്ള സ്പീഷീസുകളുടെ എണ്ണം. എന്ന് പറഞ്ഞാൽ ഏരിയ കൂടുന്തോറും നമ്പർ ഓഫ് സ്പീഷീസ് കൂടും. എന്ന് പറഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി കൂടും. ഹാബിറ്റാറ്റിനനുസരിച്ചും നമ്പർ ഓഫ് സ്പീഷീസ് വേരി ചെയ്യും. എന്ന് പറഞ്ഞാൽ ഹാബിറ്റാറ്റിനനുസരിച്ചും ബയോഡൈവേഴ്സിറ്റി മാറും. സോ ബയോഡൈവേഴ്സിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ഏരിയ എക്സ്പ്ലോർഡ് ആൻഡ് ഹാബിറ്റാറ്റ് വി എക്സ്പ്ലോർഡ്. ഹാബിറ്റാറ്റും ഏരിയയും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ബയോഡൈവേഴ്സിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ്സ് ആൾ അബൌട്ട് ദ ഫസ്റ്റ് ടോപ്പിക്. സ്പീഷീസും ബയോഡൈവേഴ്സിറ്റിയും എന്തെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. രണ്ടാമതായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് നോമൻക്ലേച്ചർ ഓഫ് സ്പീഷീസാ. എന്തിനാണ് നോമൻക്ലേച്ചർ എന്ന് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞുതരാം. ഇത് നമ്മുടെ മാംഗോ ട്രീ ആണ്. ഇംഗ്ലീഷിൽ ഇതിനെ മാംഗോ ട്രീ എന്ന് പറയും, മലയാളത്തിൽ ഇതിനെ മാവ് എന്ന് പറയും. എന്നാൽ ഇത് എലഫന്റ് ആണ്, മലയാളത്തിൽ ഇതിനെ ആന എന്ന് പറയും. മലയാളത്തിൽ മറ്റൊന്ന് പറയും, അറബിക്കിൽ വേറൊന്ന് പറയും, തമിഴിൽ വേറൊന്ന് പറയും, ഹിന്ദിയിൽ വേറൊന്ന് പറയും, ഉറുദുവിൽ വേറൊന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ലാംഗ്വേജിൽ ഒരേ സ്പീഷീസിന് പല പല പേരാ. സോ ദർ വിൽ ബി എ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഒരാൾ പറയുന്ന സാധനമാണ് മറ്റാൾ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. ദർഫോർ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരൊറ്റ പേര് ഈ മാംഗോ ട്രീക്ക് ഉണ്ട്. അതിന്റെ പേരാണ് മാഞ്ചിഫെറ ഇൻഡിക്ക. അതുപോലെ ഒരൊറ്റ പേര്, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് പേരുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ എന്താ പറയാ പേര് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇങ്ങോട്ട് നോക്കൂ, എ സ്റ്റാൻഡർഡൈസ്ഡ് നെയിം ആൾ ഓവർ ദ വേൾഡ് ഇസ് കാൾഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഇങ്ങനെയുള്ള ഫോർ എക്സാമ്പിൾ ലെറ്റ് മീ ടെൽ, ഞാൻ പറയട്ടെ, മാംഗോ ട്രീയുടെ പേരാണ് മാഞ്ചിഫെറ ഇൻഡിക്ക. ഇതൊരു ലാറ്റിൻ വേർഡാണ്, ലാറ്റിൻ വേർഡാണ്. ഈ മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ ഇത് ലോകത്തൊന്നാകെ മാംഗോ ട്രീക്ക് പറയുന്ന ബയോളജിക്കൽ ടേമാണ്, അല്ലെങ്കിൽ സയന്റിഫിക് നെയിമാണ്, ശാസ്ത്രീയ നാമമാണ്. എന്ന് പറഞ്ഞാൽ മാഞ്ചിഫെറ ഇൻഡിക്ക, രണ്ട് വേർഡുകൾ വെച്ചിട്ട് ഈ മാഞ്ചിഫെറ ഇൻഡിക്കനെ നമ്മൾ സൂചിപ്പിക്കുന്നു. ഐ മീൻ മാംഗോ ട്രീനെ ബൈനോമിയൽ രണ്ട് പേരുള്ള നോമൻക്ലേച്ചർ പേരിടല്. ഐ മീൻ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആരാ പ്രൊപ്പോസ് ചെയ്തതെന്ന് ചോദിച്ചാൽ കാൾസ് ലിനേയസ് ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ നമുക്ക് പ്രൊപ്പോസ് ചെയ്ത് തന്നത്. സോ ഒരു സയന്റിഫിക് നെയിം ആയി മാംഗോ ട്രീക്ക് എന്താണ്? മാഞ്ചിഫെറ ഇൻഡിക്ക. അത് തമിഴ്നാട്ടിൽ പോയാലും വേറെ ഏത് രാജ്യത്ത് പോയാലും, അല്ലെങ്കിൽ ഏഷ്യയിൽ പോയാലും, ഓസ്ട്രേലിയയിൽ പോയാലും, യൂറോപ്പിൽ പോയാലും, മിഡിൽ ഈസ്റ്റിൽ പോയാലും മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ മാംഗോ ട്രീ ആണ്. എല്ലാവർക്കും മനസ്സിലാവും മാഞ്ചിഫെറ ഇൻഡിക്ക. സോ ദാറ്റ് ഈസ് ദ സയന്റിഫിക് നെയിം. അങ്ങനെ സയന്റിഫിക് നെയിം കൊടുക്കുന്നത് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന പരിപാടി വെച്ചിട്ടാണ് അത് പ്രൊപ്പോസ് ചെയ്തത്. അത് കണ്ടുപിടിച്ചത് കാൾസ് ലിനേയസ് ആണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. നൗ ഇനി നമുക്ക് പറയാനുള്ളത്, ഈ നോമൻക്ലേച്ചർ ഒരു സാധനത്തിന് നമ്മൾ പേരിടുന്നതിന് മുമ്പ്, ഇപ്പോൾ പുതിയൊരു സ്പീഷീസ് കണ്ടെത്തി എന്ന് വിചാരിച്ചോ, അത് കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ക്യാരക്ടറും നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റഡി ചെയ്യണം. ഫോർ എക്സാമ്പിൾ അതിൻ്റെ റൂട്ട് എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റെം എങ്ങനെയാണ്, അതിൻ്റെ ഫ്ലവർ എങ്ങനെയാണ്, അതിൻ്റെ ഫ്രൂട്ട് എങ്ങനെയാണ്, സീഡ് എങ്ങനെയാണ്, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ റൂട്ട് ചിലപ്പോൾ നല്ല ഡീപ്പായിട്ടുള്ള റൂട്ടാവും, ചിലത് സ്മാൾ റൂട്ടാവും. സ്റ്റെമ്മ് ചിലപ്പോൾ ഹെർബ്സ് ആവാം, ഷ്രബ്സ് ആവാം, ട്രീസ് ആവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രൂട്ട് ലീഫിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ കോക്കനട്ടിൻ്റെ ലീഫിൻ്റെ പോലെ അല്ലല്ലോ നമ്മുടെ
ജാക്ക് ഫ്രൂട്ടിൻ്റെ ലീഫ്, അതുപോലെ അങ്ങനത്തെ ലീഫ് എങ്ങനെയാണ്, ഫ്ലവർ എങ്ങനെയാണ്, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് നമുക്ക് ഈ നോമൻക്ലേച്ചറിന് മുമ്പ് ചെയ്യാനുണ്ട്. ബിഫോർ നോമൻക്ലേച്ചർ ഓഫ് ആൻ ഓർഗാനിസം ഇറ്റ് ഷുഡ് ബി ഡിസ്ക്രൈബ്ഡ് വെൽ. ദിസ് ഇസ് കാൾഡ് ഐഡൻറ്റിഫിക്കേഷൻ. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിൻ്റെ കംപ്ലീറ്റ് ക്യാരക്ടറും ഡിസ്ക്രൈബ് ചെയ്യുന്ന പ്രോസസ്സ്, എന്നിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, ഐഡൻറ്റിഫിക്കേഷൻ. ഇങ്ങനെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് 2 ഓർഗനൈസേഷൻസ് ഉണ്ട്. ഒന്ന് ICBN, ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു നിയമമാണിത്. ഇന്റർനാഷണൽ കോഡ്, ഇത് പ്ലാന്റ്സിനും, ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ ICZN, ICBN ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, ICZN ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇങ്ങനെ എല്ലാത്തിനെയും ഐഡന്റിഫൈ ചെയ്യാൻ ഓരോ സ്പീഷീസിനെ നമുക്ക് ക്യാരക്ടർ ഡിസ്ക്രൈബ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് പേര് കൊടുക്കാനുള്ള ലോ ആണ് എന്ത്, ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചറും ICZN ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചറും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലെറ്റ് മീ ടെൽ, ഇത് ടൈഗർ ആണ്. കോമൺ ഇംഗ്ലീഷിൽ ഇതിനെ ടൈഗർ എന്ന് വിളിക്കുമെങ്കിലും സയന്റിഫിക് നെയിം പാന്തേര ടൈഗ്രിസ് എന്നാണ്. പാന്തേര ടൈഗ്രിസ്. ഈ ടൈഗ്രിസ് എന്നത് സ്പീഷീസ് ആണ്, എന്നാൽ പാന്തേര എന്നത് ജീനസ് നെയിം ആണ്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ജീനസ് നെയിം എഴുതും പാന്തേര, ആൻഡ് പിന്നെ നമ്മൾ എന്ത് ചെയ്തും, ടൈഗ്രിസ് എന്ന് എഴുതും, എന്നിട്ട് രണ്ടിനെ സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണ്, സ്പീഷീസിന്റെ വേണ്ട, ക്യാപിറ്റൽ ലെറ്റർ വേണ്ട, സ്മാൾ ലെറ്റർ തന്നെ. സോ ഇത് ഏത് ലാംഗ്വേജാ, ഇത് ലാറ്റിൻ ആണ്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലാണ് നമ്മൾ ഇതിന് പേരിടുന്നതെങ്കിൽ അതിനെ നമ്മൾ ലാറ്റിനിന്റെ ഇതുപോലെയാക്കും, ലാറ്റിനൈസ് ചെയ്യും. ഓക്കെ, പാന്തേര ടൈഗ്രിസ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. സെക്കൻഡ് നെയിം സ്പീഷീസ് നെയിമും ഫസ്റ്റ് നെയിം ജീനസ് നെയിമും ആണ്. ഓക്കെ, ജീനസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാറ്റഗറിയാണ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, സോ ഒരു സയന്റിഫിക് നെയിമിന് പല റൂൾസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. റൂൾസ് ഫോർ നോമൻക്ലേച്ചർ. ഇത് ലിനേഴ്സ് കൊണ്ടുവന്ന റൂളാണ് എന്തിന്, ഒരു സയന്റിഫിക് നെയിം പറയാൻ വേണ്ടിയിട്ട്. നോക്കൂ, മാഞ്ചിഫെറ ഇൻഡിക്ക. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, മാഞ്ചിഫെറ ജീനസ് നെയിം, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ, ഇൻഡിക്ക സ്പീഷീസ് നെയിം, ആൻഡ് ദേ പ്രിന്റഡ് ഇൻ ഇറ്റാലിക്സ്. ഐദർ നമ്മൾ ഇത് പ്രിന്റ് ചെയ്യുന്നത് ഇറ്റാലിക്സിലാവണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. എന്നിട്ട് ശേഷം ലിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ലിൻ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ, ഇത് ലിനേഴ്സ് ആണ് ഈ നെയിം പ്രൊപ്പോസ് ചെയ്തത്. അപ്പോൾ ലിനേഴ്സിന്റെ പേരിന്റെ അബ്രീവിയേഷൻ ആണ് ഇവിടെ ലിൻ. ചിലതിലുണ്ടാവും, ചിലതിലുണ്ടാവില്ല. ബട്ട് മേ ബി യു ക്യാൻ സേ ദാറ്റ് ദ റൂൾസ് ഇൻക്ലൂഡ്, ഫസ്റ്റ് ഇത് ലാറ്റിൻ ആയിരിക്കണം, അല്ലെങ്കിൽ ലാറ്റിനൈസ് ചെയ്യണം. രണ്ടാമത് ഫസ്റ്റ് ജീനസ് നെയിം, സെക്കൻഡ് സ്പീഷീസ് നെയിം. മൂന്നാമത്തത് ജീനസ് നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്റർ, എന്നാൽ സ്പീഷീസ് നെയിമിന് ഒരിക്കലും ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കരുത്. നാലാമത്തെ റൂള് ഒന്നുകിൽ പ്രിന്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം സെപ്പറേറ്റ് ആയിട്ട് വേർഡ്സ്, അല്ലെങ്കിൽ നമ്മൾ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യണം. അഞ്ചാമത്തെ റൂള്, ഇത് ഓതർ ആരാണോ അയാളുടെ അബ്രീവിയേറ്റഡ് ഫോം അതിന്റെ ശേഷം കൊടുക്കണം. അത് ചിലപ്പോൾ ചിലർ ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, ലെറ്റ് മീ ടെൽ ദ 5 റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ. ഞാൻ 5 റൂൾ നോമൻക്ലേച്ചർ പറഞ്ഞുതരാം. ഒന്നുകിൽ ലാറ്റിൻ ആണോ അല്ലെങ്കിൽ ലാറ്റിനൈസ് ചെയ്യണം. രണ്ടാമത്തെ ജീനസ് നെയിം, സ്പീഷീസ് നെയിം പറയണം, ജീനസ് നെയിം ഉണ്ട്. മൂന്നാമത്തെ ക്യാപിറ്റൽ ലെറ്റർ ആണ് ജീനസ് നെയിം, സ്പീഷീസ് നെയിം സ്മാൾ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാലാമത്തെ ഒന്നുകിൽ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ സെപ്പറേറ്റ് അണ്ടർലൈൻ ചെയ്യണം. അഞ്ചാമത്തെ നമ്മൾ അബ്രീവിയേറ്റ് ചെയ്ത ഫോമിൽ ഓതർ നെയിം, ആരാണോ സയന്റിഫിക് നെയിം കണ്ടുപിടിച്ചത് അയാളുടെ പേര് അതിന്റെ ചായ കൊടുക്കണം. ലിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ലിനേസ് എന്നാണ്. ഇനി ഇത് നോക്കൂ, പാന്തേര ടൈഗ്രിസ് സെപ്പറേറ്റ് ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, അപ്പം സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. പാന്തേര ജീനസ്, ടൈഗ്രിസ് സ്പീഷീസ്. പാന്തേരന്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ, സ്പീഷീസിൽ ടൈഗ്രിസിന്റെ ലെറ്റർ സ്മാൾ ലെറ്റർ തന്നെയാണ്. പിന്നെ എന്താ പറഞ്ഞത്, നമ്മൾ 2 നെയിം ഉണ്ട്, പാന്തേര ടൈഗ്രിസ്. അതുപോലെ ഇതിന്റെ ഓതർ പേര് ആരും അബ്രീവിയേറ്റ് ചെയ്ത് യൂഷ്വലി കൊടുക്കാറില്ല, ചിലവർ കൊടുക്കും. അപ്പൊ അത് മനസ്സിലാക്കണം, ഇത് ഓതർ പേര് അബ്രീവിയേറ്റഡ് ഫോമിൽ കൊടുത്തതാണെന്ന്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. സോ മാഞ്ചിഫെറ ഇൻഡിക്ക ഇസ് ദ സയന്റിഫിക് നെയിം ഫോർ മാംഗോ ട്രീ, and for tiger the scientific name is Panthera tigris. For human the scientific name is Homo sapiens. Homo sapiens എന്നാണ് ഹ്യൂമൻസിന് പറയാ. അങ്ങനെ പല സയന്റിഫിക് നെയിം ഉണ്ട്. ഓക്കെ, that's all about second topic. Now you understood species and biodiversity, nomenclature of species. നമ്മൾ നോമൻക്ലേച്ചർ ഓഫ് സ്പീഷീസ് ഒന്നും കൂടി റിവൈസ് ചെയ്യുകയാണെങ്കിൽ നോക്കൂ, മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് കൊടുക്കുന്നതാണ് ഇത് സയന്റിഫിക് നെയിം.
അതിന് കുറച്ച് ഈ കോഡ്സ് ഒക്കെ ഉണ്ട്. ഐ മീൻ ഇന്റർനാഷണൽ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ എന്നൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ ക്യാരക്ടർ കംപ്ലീറ്റ് ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിന് പേര് കൊടുക്കും. അതുപോലെ റൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാറ്റിൻ ആയിരിക്കണം, സ്പീഷീസ് ജീനസ് നെയിം വേണം, ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം, സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ് ഓർ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യണം. അഞ്ചാമത്തെ ഓതറ പേര് അബ്രീവിയേറ്റഡ് ഫോമിൽ കൊടുക്കണം. ഓക്കെ, മൂന്നാമത്തെ ടോപ്പിക്കാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഏതിലെ മൂന്നാമത്തെ ടോപ്പിക്ക്? ലിവിങ് വേൾഡിലെ ഫസ്റ്റ് ഡൈവേഴ്സിറ്റി ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന ടോപ്പിക്കിലെ മൂന്നാമത് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ടാക്സോണമിയിലെ ബേസിക്സ്. ടാക്സോണമി കംപ്ലീറ്റ് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പെയ്ഡ് വീഡിയോയിൽ പറയും. ഇപ്പോൾ നമ്മൾ പറയേണ്ടത് ബേസിക്സ് ഓഫ് ടാക്സോണമി. ഈ നമ്മൾ ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് കാര്യങ്ങളാണ് ടാക്സോണമിയിലുള്ളത്. ടാക്സോണമി ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. ഒന്ന്, ഒരു പ്ലാന്റിന്റെ അല്ലെങ്കിൽ ഒരു അനിമൽസിന്റെ കംപ്ലീറ്റ് ക്യാരക്ടറൈസേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, കംപ്ലീറ്റ് ക്യാരക്ടറും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. റൂട്ട് എങ്ങനെ, സ്റ്റെം എങ്ങനെ, ലീഫ് എങ്ങനെ, ഫ്ലവർ എങ്ങനെ എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ അനിമൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ഹാബിറ്റാറ്റ് എവിടെയാണ്, അതിന്റെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, അതിന്റെ മോർഫോളജി ഐ മീൻ എക്സ്റ്റേണൽ ക്യാരക്ടർ എങ്ങനെയാണ്, അതിന്റെ ഇന്റേണൽ ക്യാരക്ടർ എങ്ങനെയാണ്, അതൊക്കെ പറയുന്ന ക്യാരക്ടറൈസേഷൻ ചെയ്തിട്ട് അതിന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ വരും. അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ലെറ്റ് മീ ടെൽ അഗെയിൻ, ഞാൻ ഒന്നുകൂടി പറയട്ടെ. കംപ്ലീറ്റ് ക്യാരക്ടറും ഡിസ്ക്രൈബ് ചെയ്തിട്ട് അതിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ് ആദ്യം വേണ്ടത്. അതിന്റെ കംപ്ലീറ്റ് ക്യാരക്ടർ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാം. അതിന്റെ ഹാബിറ്റാറ്റ് ഈ ഫോറസ്റ്റിലാണോ ഓഷ്യനിലാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ക്യാരക്ടർ നമ്മൾ എങ്ങനെ, എത്ര കാലുണ്ട്, എത്ര തല എങ്ങനെയാണ്, അതുപോലെ ബോഡി എങ്ങനെയാണ്, പുറമെ അപ്പിയറൻസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, ഫോട്ടോസിന്തറ്റിക് ആണോ, നോൺ ഫോട്ടോസിന്തറ്റിക് ആണോ, എല്ലാം പറയാം. പ്രകാശ സംശ്ലേഷണം നടത്തുന്നുണ്ടോ, പ്രകാശ സംശ്ലേഷണം നടത്തുന്നില്ലേ, അതെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യണം. ഒരു പ്രത്യേക കാറ്റഗറിയിൽ, ഒരു പ്രത്യേക വിഭാഗത്തിൽ നമ്മൾ ഇതിനെ പെടുത്തും. എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് organisms are grouped into different categories based on the observable character. നമ്മൾ ഒബ്സർവ് ചെയ്യും, നമ്മൾ നിരീക്ഷിക്കുന്ന ക്യാരക്ടർ ഒക്കെ വെച്ചിട്ട് ഒരു ഓർഗാനിസത്തിന്, ഒരു ജീവിയെ ഒരു പ്രത്യേക വകുപ്പിൽ പെടുത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ, വർഗീകരണം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു സാധനം കിട്ടി, ഇറ്റ്സ് എ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് എന്താണ്, പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. പ്ലാന്റ് എന്ന ഒരു ഗ്രൂപ്പിൽ, ഒരു കാറ്റഗറിയിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഗെറ്റ് എലിഫന്റ്, നിങ്ങൾക്ക് എലിഫന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ അനിമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ പ്രത്യേക കാറ്റഗറിയിൽ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. അനിമൽ എന്ന കാറ്റഗറിയിൽ നമ്മൾ അതിനെ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. ഇഫ് യു ഗെറ്റ് കാറ്റ്, വി സേ ദാറ്റ് ഇറ്റ്സ് ബിലോങ്സ് ടു മാമൽസ് എന്ന് പറഞ്ഞാൽ മാമൽസ് എന്ന കാറ്റഗറിയിൽ നിങ്ങൾ അതിനെ ക്ലാസിഫൈ ചെയ്തു. എന്ന് പറഞ്ഞ വീറ്റ് എന്ന് പറഞ്ഞാൽ വീറ്റ് എന്ന കാറ്റഗറിയിൽ നമ്മൾക്ക് ഇതിനെ പ്ലാന്റിനെ ക്ലാസിഫൈ ചെയ്തു. ഡോഗ് എന്ന് പറയുമ്പോൾ ഒരു ഡോഗിനെ നമ്മൾ ഡോഗ് എന്ന കാറ്റഗറിയിൽ ക്ലാസിഫൈ ചെയ്തു. ആൻഡ് മോർ ദാൻ ദാറ്റ്, ഇതുപോലുള്ള എല്ലാ സാധനങ്ങളെയും കാറ്റിനെ കാറ്റ് എന്ന കാറ്റഗറി. സോ കാറ്റും മാമൽസും പ്ലാന്റ്സും അനിമൽസും ഒക്കെ പല പല കാറ്റഗറിയാണ് ക്ലാസിഫിക്കേഷനുള്ള, പല പല വിഭാഗങ്ങളാണ്. ഇതെല്ലാം കാറ്റഗറിയാണ്. ഇങ്ങനത്തെ കാറ്റഗറി എന്ന് ഇംഗ്ലീഷ് പറയുന്നതിന് നമ്മൾ ബയോളജിക്കലി പറയുന്ന പേരാണ് ടാക്സ. ഇനി ടാക്സ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ടാക്സ എന്ന് പറഞ്ഞാൽ കാറ്റഗറി എന്ന് അർത്ഥമുള്ളൂ. കാറ്റഗറി എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ്, അനിമൽസ് കാറ്റഗറിയാണ്. മാമൽ ഒരു കാറ്റഗറിയാണ്. വീറ്റ് കാറ്റഗറി. ഡോഗ് സ്പീഷീസും എന്താണ്, ഒരു കാറ്റഗറിയാണ്. അപ്പോൾ സയന്റിഫിക് നെയിം ഫോർ കാറ്റഗറി, കാറ്റഗറി എന്നുള്ളതിന് സയന്റിഫിക് നെയിം ആണ് എന്ത്, ടാക്സ. ടാക്സ എന്ന് പറഞ്ഞാൽ എന്താണ്, സയന്റിഫിക് നെയിം ഫോർ കാറ്റഗറി. ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ. അതായത് ക്യാരക്ടർ, ഒരു സാധനം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കംപ്ലീറ്റ് ക്യാരക്ടറും എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അതിനെ ഐഡന്റിഫൈ ചെയ്ത് പ്രോപ്പറായിട്ട് ഇത് എന്താ സാധനം മനസ്സിലാക്കുക. എന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ അതിനെ പെടുത്തുക. ഇറ്റ്സ് ആൻ അനിമൽ എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു ടാക്സ. അനിമൽ എന്ന ടാക്സ് ആണ്. കാറ്റഗറി എന്ന് പറഞ്ഞാൽ ടാക്സ. അനിമൽ എന്ന ടാക്സയിൽ നമ്മൾ അതിനെ പെടുത്തി. അല്ലെങ്കിൽ ഇറ്റ്സ് എ പ്ലാൻ എന്ന് പറയുമ്പോൾ പ്ലാന്റ് എന്ന ടാക്സയിൽ നമ്മൾ അതിനെ പെടുത്തി. ഇറ്റ് ഈസ് എ വീറ്റ് എന്ന് പറയുമ്പോൾ വീറ്റ് എന്ന ടാക്സ എന്ന കാറ്റഗറിയിൽ നമ്മൾ അതിനെ പെടുത്തി. സോ ടാക്സ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളൂ, കാറ്റഗറി എന്ന് അർത്ഥമുള്ളൂ. അങ്ങനെ കാറ്റഗറിയിലാക്കുന്നതിന്, ടാക്സയിലാക്കുന്നതിന് നമ്മൾ എന്ത് പറയും, ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. നിങ്ങൾക്ക് അറിയാമല്ലോ പീരിയോഡിക് ടേബിൾ കെമിസ്ട്രിയിൽ പീരിയോഡിക് ടേബിളിൽ ഡിഫറെന്റ് ഗ്രൂപ്പുകളുണ്ട്. ഓരോ ഗ്രൂപ്പും ഓരോ ടാക്സയാണെന്ന് വിചാരിച്ചാൽ മതി. ഒരു കാറ്റഗറി, കോമൺ ക്യാരക്ടർ ഉള്ള ഒരു സാധനത്തിൽ പെടുത്തുന്നതിനാണ്, ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നതിന് നമ്മൾ ടാക്സ ഒക്കെ പറയും. ഓക്കെ, സോ പ്ലാന്റ് ഒരു ടാക്സിയാണ്, വീറ്റ് ഒരു ടാക്സിയാണ്, അനിമൽ ഒരു ടാക്സിയാണ്, മാമൽ ഒരു ടാക്സിയാണ്, ഡോഗ് ഒരു ടാക്സിയാണ്.
പക്ഷേ ഈ ടാക്സ നിങ്ങൾക്കറിയാലോ, പ്ലാന്റ് എന്നുള്ളതിൽ കുറേ സാധനങ്ങളുണ്ട്, വീറ്റ് എന്നുള്ളതിൽ ഒരൊറ്റ ടൈപ്പ് സാധനമുള്ളൂ. ഈ ദിസ് ആർ ആൾ ടാക്സ അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്, പല ലെവൽസിലുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, വീറ്റ് എന്ന് പറയുന്നത് സ്പീഷീസ് ലെവലിലുള്ള ഒരു ടാക്സിയാണ്, ഒരു കാറ്റഗറിയാണ്. കാറ്റ് എന്ന് പറയുന്നത് സ്പീഷീസ് ലെവലിലുള്ള ഒരു ടാക്സിയാണ്, ഒരു കാറ്റഗറിയാണ്. മാമൽ എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലുള്ള ഒരു ലെവലാണ്. എന്ന് പറഞ്ഞാൽ പ്ലാന്റ് എന്ന് പറയുന്നത് ഏറ്റവും മുകളിലുള്ള ഒരു തരം ടൈപ്പ് കാറ്റഗറിയാണ്, ടാക്സിയാണ്. സോ ഇതെല്ലാം ടാക്സിയാണ്, പക്ഷേ ഈ ടാക്സിയൊക്കെ നിൽക്കുന്നത് ഡിഫറെൻറ്റ് ലെവലിലാണ്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയും. 1.2 വീഡിയോയിൽ, ലിവിംഗ് വേൾഡിലെ 1.2 വീഡിയോയിൽ നമ്മൾ പറയും. സോ വാട്ട് വി കംപ്ലീറ്റഡ് ഇസ് ദാറ്റ് ഡൈവേഴ്സിറ്റി ഇൻ ലിവിംഗ് വേൾഡ് എന്ന ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ടാക്സിനെ കുറിച്ചും ടാക്സോണമിനെ കുറിച്ചും ക്ലാസിഫിക്കേഷനെ കുറിച്ചും ജീനസ്, സ്പീഷീസ്, ഓർഡർ എല്ലാം നമ്മൾ പറയും. ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്. ലിവിംഗ് വേൾഡിൽ ഫസ്റ്റ് ടോപ്പിക്കിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് സ്പീഷീസും ബയോഡൈവേഴ്സിറ്റിയും. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടൈപ്പ് ഓർഗാനിസം, ദേ സെക്ഷുവലി റീപ്രൊഡ്യൂസ് ഈച്ച് അതർ. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്പീഷീസസ് ആണ്. നോമൻക്ലേച്ചർ ഓഫ് സ്പീഷീസിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രൊപ്പോസ്ഡ് ബൈ കാൾസ് ലിനേയസ്. പിന്നെ നമ്മൾ പറഞ്ഞത് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നടത്തിയതിനു ശേഷം നോമൻക്ലേച്ചറിന് റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ ഉണ്ട്. ആ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ എന്താ, ലാറ്റിൻ ഓർ ലാറ്റിനൈസ്ഡ് ആണ്. ജീനസ്, സ്പീഷീസ് നെയിം ആൻഡ് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ, അണ്ടർലൈൻ ഓർ ഇറ്റാലിക്സ്, ഓതറുടെ അബ്രീവിയേറ്റഡ് ഫോം, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ക്യാരക്ടറൈസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത ശേഷം ക്ലാസിഫൈ ചെയ്യും, അല്ലേ? ക്ലാസിഫൈ ചെയ്യുമ്പോൾ പല പല ടാക്സ് ഉണ്ട്, പല പല കാറ്റഗറി ഉണ്ട്. പ്ലാന്റ്, അനിമൽ, വീറ്റ്, മാമൽ എക്സെട്ര. അതിലേക്ക് നമ്മൾ ഓരോന്നിനും പുട്ട് ചെയ്യും, ഓരോത്തിനും നമ്മൾ അതിലേക്ക് ഇടും. ഓക്കെ. ആൻഡ് പ്ലാന്റ് ഒരു ടാക്സിയാണ്, വീറ്റ് ഒരു ടാക്സിയാണ്. ഇനി ടാക്സോണമിയെ കുറിച്ചാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, എല്ലാ വീഡിയോസും കാണണം എല്ലാവരും. നിങ്ങൾക്ക് ബെസ്റ്റ് മാർക്ക്, ഫുൾ മാർക്ക്, both in entrance as well as your board exam, you will get that thing. We are not skipping any points in the NCERT. More than that, we are not telling any additional point other than NCERT. Thank you very much for watching.